മലയാള സിനിമയിൽ ഇത്രയധികം ഓർമ്മിക്കപ്പെടുന്ന ഒരു നടൻ മറ്റൊരാളുണ്ടാകുമോ? അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഹാസ്യ തലമുറയുടെ വല്ലാതെ നമ്മളെ മോഹിപ്പിച്ച, വല്ലാതെ നമ്മളെ ചിരിപ്പിച്ച, വല്ലാതെ നമ്മളെ അഭിനയിപ്പിച്ച് അതിശയിപ്പിച്ച നടന്മാരിലെ ഒരു വലിയ നിരയെ നഷ്ടമാകുന്ന കാലമാണ്. അതിൽ സലീം കുമാർ എന്ന പേര് കൂടി എഴുതി വെക്കുകയാണ്. അദ്ദേഹം ചെയ്ത സിനിമകളും അദ്ദേഹത്തിൻ്റെ തമാശകളും അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക വിമർശനങ്ങളും എല്ലാം ഇനി ഓർമ്മയിൽ മാത്രമാണ്. അത് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. ഒരു തരത്തിൽ ആലോചിച്ച് നോക്കൂ, ഒരു നടൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ചില സിനിമകൾ, ആ സിനിമകൾ പിന്നീട് പുതിയ കാലം എത്തുമ്പോൾ, പുതിയ ജെൻസി ആണെങ്കിലും ശരി, ഇൻ്റർനെറ്റിൻ്റെയൊക്കെ കാലം എത്തുന്ന സമയത്ത്, നവമാധ്യമങ്ങളുടെ കാലം എത്തുന്ന സമയത്ത് ആ സിനിമകളിലെ ഓരോ കഥാപാത്രങ്ങളും വീണ്ടും ജീവിക്കുകയാണ് പുതിയ പുതിയ സന്ദർഭങ്ങളിലൂടെ. അവരുടെ മുഖമുള്ള, അവർ കടന്നുപോയ അതേ സന്ദർഭങ്ങൾക്ക് ചേരുന്ന രീതിയിൽ പുതിയ രീതിയിലുള്ള സാമൂഹ്യ വിമർശനത്തിന് ഉപയോഗിക്കപ്പെടുന്ന മിമികൾ പോലെയുള്ള പുതിയ കാലത്തിൻ്റെ അത്തരം രീതികളിലേക്ക് ആ സിനിമകളൊക്കെ പറിച്ചു നടപ്പെടുന്ന, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളൊക്കെ പറിച്ചു നടക്കപ്പെടുന്ന കാലത്താണ്. അദ്ദേഹം തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട്. പല മീമുകളുടെയും ഭാഗമായി തൻ്റെ പല സിനിമകളുടെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പുലിവാൽ കല്യാണം പോലെയുള്ള ചിത്രങ്ങളിലേക്ക് പല സീനുകളും വരുന്നതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെതായ ശക്തമായ നിലപാടുകൾ പല വിഷയത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അത്തരം വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളൊക്കെ ചാട്ടുളി പോലെ കൊള്ളുന്ന ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ട്രോളന്മാരുടെയൊക്കെ ഒരു ആശാനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല ട്രോൾ പേജുകളുടെയും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മെമ്മുകൾ അതൊക്കെ സലീം കുമാറിൻ്റെ ആയിരുന്നു എന്നുള്ളതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, മണവാളനും പ്യാരിയും ഒക്കെ ഓമനക്കുട്ടനും അൽ കമലാസനും പ്രത്യക്ഷപ്പെടാത്ത ട്രോളുകൾ തന്നെ കുറവാണ്. മായാവിയിലെ ഇതൊക്കെ എന്ത്, വൺ ഷോയിലെ അഥവാ ബിരിയാണി കിട്ടിയാലോ, മീശമാധവനിലെ നന്ദി മാത്രമേ ഉള്ളുവല്ലേ പോലെയുള്ള സംഭാഷണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലും ഒരുപാട് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ ട്രോൾ എന്ന് കേൾക്കുമ്പോഴേ സലീം കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുടെ ഒരു സങ്കലനം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ അത്രയധികമുണ്ട് അദ്ദേഹത്തിൻ്റെ തമാശ കലർന്ന ചിത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ, മലയാളിയുടെ പൊതുബോധത്തിൽ, മലയാളിയുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലൊക്കെ അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. തമാശകൾ മാത്രമായിട്ടല്ല അത് പലതും ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അത് ട്രോളുകളായി പുതിയ കാലത്തിൻ്റെ സാമൂഹിക വിമർശനങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. സലീം കുമാർ പറഞ്ഞതുപോലെയാണ്, ഒരു തമാശയാണെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് പോലും അറിയില്ല. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറയുമ്പോൾ, സലീം കുമാർ, നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ ഉള്ളൂ. താങ്കൾ ചെയ്തു തീർത്ത സിനിമകൾക്ക്, താങ്കൾ പറഞ്ഞു തീർത്ത ഡയലോഗുകൾക്ക്, താങ്കൾ ഞങ്ങളെ പൊട്ടിച്ചിരിച്ചതിന്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് മലയാളികൾക്ക് നന്ദി മാത്രം പറയാനുള്ള ഒരു മഹാനടനെ കൂടി നമുക്ക് നഷ്ടമാവുകയാണ് രോഹിണി. അതെ, തീർച്ചയായും പ്രജിത്ത്. അങ്ങനെ മലയാളത്തിൻ്റെ ആ ഒരു മഹാനടൻ, ചിരിയുടെ ആശാൻ മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെ നാളായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരുന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ഒടുവിൽ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്നുള്ളതാണ്.